ചട്ടി ചൂടാക്കി നമ്മൾ ഒരു നാടൻ കോഴി ഒരു സ്പെഷ്യൽ കറി ചിക്കൻ മുളട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് ഏകദേശം ചട്ടി ചൂടായി, പിന്നെ നല്ല വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണ അതിലിരിക്കുക. ഓക്കെ, അങ്ങനെ ഉലുവ ഇട്ടു. അതിന് ശേഷം സവോള ഇടുകയാണ്. സവോള ഇട്ടു, ഇളക്കി കൊടുക്കുക. സവോള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാൾട്ട് ഇടണം. കുറച്ച് സാൾട്ട് ഇട്ടിട്ട് അങ്ങനെ ഇളക്കി വഴറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം അങ്ങനെ നിറം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ഗാർലിക് പേസ്റ്റ് നമ്മൾ ഇടാൻ പോവുകയാണ് അതിലേക്ക്. പിന്നെ കുറച്ച് പച്ചമുളകും, എന്നിട്ട് എല്ലാം വഴറ്റി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് വട്ടം അങ്ങനെ ഇളക്കി കൊടുത്ത് തുറന്നിട്ട് ഇപ്പോൾ പച്ചമണം മാറുന്ന എന്ന് കേട്ടാൽ നമ്മൾ ഓക്കെ ബാക്കി ചേരുവകൾ ചേർത്തേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം പച്ചമണം മാറി നമ്മൾ തക്കാളി ഇടാൻ പോകും. എല്ലാം വഴറ്റി കൊടുക്കണം. അപ്പോൾ ഏകദേശം തക്കാളി വാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മസാലകൾ ഇടാനുണ്ട്. അതിൻ്റെ മുമ്പ് നല്ല നാടൻ കോഴി കിഴി വെച്ചിട്ടുണ്ട്. നാട്ടിലെ കോഴിയാണ്, നാടൻ കോഴിയാണ് ഇട്ട് നമ്മൾ കറി വെക്കുന്നത്. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളകുപൊടി 3 സ്പൂൺ, പിന്നെ നമ്മൾ നാടൻ ഉണ്ടാക്കി വെച്ച കുരുമുളക് ഗരം മസാല കുറച്ചിടണം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം. ഈ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇടുമ്പം ചിക്കനിലുള്ള വെള്ളം കൂടും. ഓക്കെ, ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ എടുത്തു വെച്ച ചിക്കൻ ഉണ്ടല്ലോ നാടൻ കോഴി, അത് ഇതിലേക്ക് ഇട്ടു നല്ലോണം മിക്സാക്കി. ഏകദേശം മിക്സായി. എന്നിട്ട് ഒന്ന് അടിച്ചു വെക്കണം. അങ്ങനെ നമ്മൾ അടിച്ചു വെച്ച് അതൊന്ന് തുറന്ന് നോക്കുക. ഇപ്പം തന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ഉണ്ട്. ഓക്കെ, ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്നുകൂടി അടിച്ചു വെക്കാം. മസാലയൊക്കെ ഒന്ന് പിടിക്കുമ്പോൾ ഏകദേശം മസാല കൂടുതൽ പിടിക്കുന്നതോറുമാണ് കറി ടേസ്റ്റ് ഉണ്ടാകുക. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടി തുറന്ന് നോക്കാം. തെളിച്ച് വരുന്നത്